ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സൈസ് 10.4 വരുന്ന 7 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആണ് എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിത് അറിയുന്ന ഐഡൻറ്റിറ്റി ആണ്, പക്ഷേ ഇവിടെ വെരിഫൈ ചെയ്യാനായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ A1i പ്ലസ് A2j പ്ലസ് A3k എന്നെടുക്കണം. വെക്ടർ ബി എന്ന് പറയുന്നത് B1i പ്ലസ് B2j പ്ലസ് B3k എന്നെടുക്കണം. വെക്ടർ സി എന്ന് പറയുന്നത് C1i പ്ലസ് C2j പ്ലസ് C3k എന്നെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം LHS മാത്രം എഴുതി സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം നമ്മൾ RHS എഴുതി സിംപ്ലിഫൈ ചെയ്യും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന LHSും RHSും ഒന്ന് തന്നെയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും LHS ദാറ്റ് ഈസ് ഈക്വൽ ടു RHS എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ LHSൽ നമുക്ക് എ ക്രോസ് ബി പ്ലസ് സി ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ബി പ്ലസ് സി എന്ന് പറഞ്ഞ് വെക്ടർ എഴുതുകയാണ്. നോക്കുക, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1i പ്ലസ് B2j പ്ലസ് B3k ആണ്. അതിൻ്റെ കൂടെ നമ്മൾ സി വെക്ടർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1i പ്ലസ് C2j പ്ലസ് C3k ആണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, ഐയുടെ കമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്കവിടെ B1 പ്ലസ് C1 ഓഫ് i എന്ന് കിട്ടി, പ്ലസ് B2 പ്ലസ് C2 ഓഫ് j എന്നാണ് ജെയുടെ കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ വരിക, പ്ലസ് നമുക്കവിടെ B3 പ്ലസ് C3 ഓഫ് k എന്നും എഴുതാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് ബി പ്ലസ് സി എന്ന് പറഞ്ഞ വെക്ടർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്കവിടെ എ ക്രോസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ്, നോക്കുക നമ്മളിവിടെ i j k എന്ന് എഴുതി. അതിന് ശേഷം നമുക്ക് ആദ്യം എയുടെ കമ്പോണൻസ് ആണ് വേണ്ടത്. എയുടെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 A2 A3 എന്നാണ് നമുക്ക് തന്നിരിക്കുക. ഇനി നോക്കുക, നമുക്ക് ബി പ്ലസ് സിയുടെ കമ്പോണൻസ് വേണം എന്ന് പറയുമ്പോൾ ഇവിടെ B1 പ്ലസ് C1 എന്ന് വന്നു, ദെൻ B2 പ്ലസ് C2 എന്ന് വന്നു, ദെൻ നമുക്കവിടെ B3 പ്ലസ് C3 എന്നാണ് വരിക. ഇനി നമുക്കവിടെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു, നോക്കുക നമ്മൾ i ഉള്ള റോയും കോളം ഒഴിവാക്കി ബാക്കി മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ A2 വിത്ത് ഇയാളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് A3 വിത്ത് ഇവിടെയുള്ള ടേമുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ എഴുതുമ്പോൾ A2 ഇൻറ്റു B3 പ്ലസ് C3 മൈനസ് A3 ഇൻറ്റു B2 പ്ലസ് C2 എന്നാണ് അവിടെ വരുന്നത്. ദെൻ മൈനസ് ജെ അല്ലേ. ഇനി നോക്കുക, ജെ ഇരിക്കുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടണത് A1 വിത്ത് അവിടെ B3 പ്ലസ് C3 ആണല്ലേ. അപ്പോൾ നമ്മൾ B3 പ്ലസ് C3 എന്ന് എഴുതി, ദെൻ മൈനസ് അടുത്ത് നോക്കുമ്പോൾ A3 വിത്ത് B1 C1 ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ A3 ഇൻറ്റു B1 പ്ലസ് C1 എന്ന് അവിടെ എഴുതാനായിട്ട് പറ്റി. പ്ലസ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഇൻറ്റു അല്ലേ, K ഇൻറ്റു നോക്കുക അവിടെ വരുന്നത് എന്താണ്, A1 വിത്ത് B2 പ്ലസ് C2ഉം ദെൻ A2 വിത്ത് B1 പ്ലസ് C1 ആണ്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് A1 ഇൻറ്റു B2 പ്ലസ് C2 മൈനസ് ഇവിടെ ഉള്ളത് എന്താണ് A2 ഇൻറ്റു B1 പ്ലസ് C1 എന്നുമാണ് നമുക്കവിടെ കിട്ടുക. ഇനി നമുക്കവിടെ ഇങ്ങനെ വരുന്ന ടേംസിനെ എല്ലാം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു A2 B3 പ്ലസ് A2 C3 മൈനസ് A3 B2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് A3 C2 എന്നാണ് വരുന്നത്. ദെൻ മൈനസ് ജെ ഓഫ് അവിടെ നോക്കുക, നമുക്ക് A1 B3 പ്ലസ് A1 C3 എന്ന് വന്നു, മൈനസ് A3 B1 മൈനസ് A3 C1 എന്നാണ് വരുന്നത്. പ്ലസ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഇൻറ്റു ഇവിടെ നമുക്ക് A1 B2 പ്ലസ് A1 C2 മൈനസ് ഇവിടെ നമുക്ക് A2 B1 മൈനസ് A2 C1 എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കുക, നമുക്കിപ്പോൾ ഇതാണ് എ ക്രോസ് ബി പ്ലസ് സി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിവിടെ നിർത്തിയതിന് ശേഷം RHS സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കിട്ടിയതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നോക്കുക, നമ്മളോട് LHS സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ ഇക്വേഷനാണ് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമ്മളിനി RHS സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഫോമിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്കിനി RHS എഴുതി നോക്കാം. RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി എന്നാണ് നമുക്ക് തന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, നമുക്ക് ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഡിറ്റർമിനൻ്റ് എടുത്തു i j
കെ എന്ന് എടുത്തു. ദെൻ നോക്കുക എയുടെ കമ്പോണൻസ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്കവിടെ A1 A2 A3 എന്ന് എഴുതാനായിട്ട് പറ്റി. ഇനി നോക്കുക ഇവിടെ ഉള്ളത് ബി ആണ്, അതുകൊണ്ട് ബിയുടെ കമ്പോണൻസ് എഴുതി B1 B2 B3 എന്നാണ് എഴുതിയത്. പ്ലസ് അടുത്ത് നമുക്ക് എ ക്രോസ് സി ആണുള്ളത്, അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് എടുത്തു ഐ ജെ കെ എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം എയുടെ കമ്പോണൻസ് വേണം, സോ A1 A2 A3 എന്ന് പറഞ്ഞു. ദെൻ സിയുടെ കമ്പോണൻസ് വേണം എന്ന് പറഞ്ഞാൽ C1 C2 C3 ആണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നോക്കാം നമുക്ക് ഇവിടെ ആദ്യം ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യണം, പ്ലസ് ഇവിടെ നമുക്ക് എന്ത് വേണം, അവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആദ്യത്തേൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കുക ഐ ഇൻറ്റു ഇവിടെ വരുന്നത് A2 വിത്ത് B3 ആണല്ലേ. അപ്പം നമ്മളിവിടെ A2 B3 എന്ന് എഴുതി, മൈനസ് നമുക്കവിടെ എന്താ കിട്ടുന്നത് A3 B2 എന്നാണ് കിട്ടുക. ദെൻ മൈനസ് ഇവിടെ നമുക്ക് ജെ ഓഫ് നമുക്ക് കിട്ടുന്നത് എന്താ A1 B3 മൈനസ് നമുക്കവിടെ A3 B1 എന്നാണ് കിട്ടുക. പ്ലസ് ഇവിടെ നമുക്ക് കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കെ ഇൻറ്റു ഇവിടെ നോക്കുക നമുക്കവിടെ A1 B2 മൈനസ് A2 B1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. പ്ലസ് ഇനി രണ്ടാമത്തെ ആൾ നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ നോക്കിയപ്പോൾ ഐ ഇൻറ്റു അല്ലേ, ഇവിടെ നോക്കി എന്താണ് A2 C3 ആണ്. സോ A2 C3 മൈനസ് A3 C2 എന്നാണ് അവിടെ വരിക. ദെൻ മൈനസ് ജെ ഇൻറ്റു അവിടെ നമുക്ക് A1 C3 മൈനസ് A3 C1 എന്നാണ് വരുന്നത്. പ്ലസ് അവിടെ കെ ഇൻറ്റു നമുക്കവിടെ A1 C2 മൈനസ് A2 C1 എന്നാണ് വന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഐയുടെ ടേംസ് ഉണ്ട്, രണ്ട് ജെയുടെ ടേംസ് ഉണ്ട്, രണ്ട് കെയുടെ ടേംസ് ഉണ്ട്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഓഫ്, അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പ്ലസ് ഉള്ള ടേംസിനെ ആദ്യം എഴുതുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 B3 എഴുതി, ദെൻ പ്ലസ് ഇയാളല്ലേ പ്ലസ് A2 C3 എന്ന് എഴുതി, അതിനുശേഷം മൈനസ് A3 B2 എഴുതി, ദെൻ മൈനസ് A3 C2 എന്നാണ് എഴുതുന്നത്. ദെൻ മൈനസ് ജെ, അപ്പോൾ ഞാൻ മൈനസ് ജെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള ടൈംസ് നോക്കുക, നമ്മൾ മൈനസ് ഓൾറെഡി ഇവിടെ ഉള്ളത് തന്നെ അങ്ങനെ തന്നെ നിർത്തി. ബാക്കിയുള്ളത് വരുമ്പോൾ A1 B3 ദെൻ ഇവിടെ പ്ലസ് എന്താണ് വരുന്നത് A1 C3 എന്നാണ് വരിക. ഈ മൈനസ് മൈനസ് A3 B1 മൈനസ് A3 C1 എന്നാണ് അവിടെ വരുന്നത്. ഇനി ഇവിടെ പ്ലസ് കെ ആണ്. സോ പ്ലസ് കെ ഓഫ് അവിടെ വരുന്നത് നോക്കുക നമുക്കവിടെ A1 B2 പ്ലസ് A1 C2 എന്ന് വന്നു. ദെൻ ഈ മൈനസ് A2 B1 മൈനസ് A2 C1 എന്ന് എഴുതുകയാണ്. ഞാനിതിന് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക നമ്മൾ അവിടെ LHS സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ 1 തന്നെയാണ് നമ്മളിപ്പോൾ RHS സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷൻ 1 നിന്നും ഇക്വേഷൻ 2 നിന്നും നമുക്ക് ഉറപ്പായിട്ട് എന്ത് പറയാം, A ക്രോസ് B പ്ലസ് സി എന്ന് പറയുന്നത് A ക്രോസ് B പ്ലസ് A ക്രോസ് സി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 അല്ലേ, ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 A ക്രോസ് B plus C that is equal to A cross B plus A cross C. അപ്പോൾ നോക്കുക നമുക്ക് ഈ ഐഡന്റിറ്റി അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഡയറക്റ്റ് ആയിട്ടൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഡിറ്റർമിനൻ്റ് എടുത്ത് പ്രൂവ് ചെയ്തത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെയാണ് തന്നിരിക്കുക. ഇഫ് എയ്തർ വെക്ടർ A is equal to 0 or vector B is equal to 0 vector, then A cross B equal to 0. Is the converse true? Justify your answer with an example എന്നാണ്. അപ്പോൾ നോക്കുക വെക്ടർ എയോ വെക്ടർ ബിയോ 0 വെക്ടർ ആണെങ്കിൽ A ക്രോസ് ബി എന്ന് പറയുന്നത് 0 വെക്ടർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്, 0 ആണ്. കാരണം അവ തമ്മിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ രണ്ട് പാരലൽ വെക്ടേഴ്സ് നോൺ 0 പാരലൽ വെക്ടേഴ്സ് എടുക്കുമ്പോൾ അവിടെ A ക്രോസ് ബി 0 ആണ്. അപ്പോൾ നോക്കുക എയും ബിയും 0 അല്ലെങ്കിലും A ക്രോസ് ബി 0 ആകുന്ന കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നോൺ 0 പാരലൽ വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് പാരലൽ വെക്ടേഴ്സ് എടുത്ത് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അത് 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. അപ്പോൾ നോക്കുക ഞാനിവിടെ വെക്ടർ എ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു വെക്ടർ ഞാൻ I പ്ലസ് ജെ പ്ലസ് കെ എന്ന് പറഞ്ഞ ഒരു വെക്ടർ എടുത്തു.
എങ്കിൽ അടുത്ത വെക്ടർ ബി ആയിട്ട് ഇതിനോട് പാരലായിട്ടുള്ള ഏതെങ്കിലും ഒരു വെക്ടർ എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാംഡ ടൈംസ് ഏതെടുത്താലും അത് ഇതിനോട് തന്നെ പാരലായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ വെക്ടർ ബി ആയിട്ട് ആ 2 ടൈംസ് എ വെക്ടർ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2i പ്ലസ് 2j പ്ലസ് 2k എന്ന് പറഞ്ഞ് വെക്ടർ എടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവ കമ്പോണൻസ് പ്രപ്പോർഷൻ ആണ് അല്ലേ, 1/2 1/2 1/2 എന്നാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എയും ബിയും പാരലൽ വെക്ടേഴ്സ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അവിടെ എ ക്രോസ് ബി കണ്ടുപിടിച്ച് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് i j k എന്ന് എഴുതി. അതിനുശേഷം ആദ്യത്തെ ആളുടെ കമ്പോണൻസ് അല്ലേ 1 1 1 ആണ്, അതിവിടെ എഴുതി. ഇവിടുത്തെ വരുമ്പോഴോ 2 2 2 എന്ന് എഴുതി. അപ്പോൾ നോക്കുക, നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ അവിടെ റോസ് പ്രപ്പോർഷണൽ ആണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. എങ്കിലും നമുക്കത് ഇവിടെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നോക്കി ഇപ്പോൾ ഇവിടെ i × 1 × 2 2 - 2 എന്നാണ് വരിക. ദെൻ മൈനസ് ജെ ഓഫ് ഇവിടെ നോക്കി 1 × 2 2 എഗെയിൻ ഇവിടെ 2 എന്ന് തന്നെയാണ് കിട്ടുക. പ്ലസ് k × ഇവിടെ നോക്കിയപ്പോൾ 2 - 2 എന്ന് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ കമ്പോണൻസും എന്ത് തന്നെയാണ് 0 ആണെന്ന് പറഞ്ഞാൽ 0i - 0j പ്ലസ് 0k എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വെക്ടർ എന്നാണ് ഇവിടെ എ ക്രോസ് ബി കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് കിട്ടിയത്. അപ്പോൾ നോക്കുക, ഇവിടെ എയും ബിയും 0 വെക്ടേഴ്സ് അല്ല, പക്ഷെ നമുക്കിവിടെ എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന കോൺവേഴ്സ് എപ്പോഴും ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എപ്പോഴും ട്രൂ ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതിയേക്കാം കോൺവേഴ്സ് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് need not be true always. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളോട് പറഞ്ഞ കോൺവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ട്രൂ ആവണം എന്ന് നിർബന്ധമില്ല എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് 2 പാരലൽ വെക്ടേഴ്സ് എടുത്ത് അവയുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അത് 0 വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്തത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് തന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വെക്ടേഴ്സ് ഉപയോഗിച്ച് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് സൈഡ്സിലുള്ള വെക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ട് ഹാഫ് എടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഏരിയ കിട്ടുക. അപ്പോൾ ഈ കേസിൽ നമുക്ക് ABC എന്നാണ് അവിടെ വെർട്ടീസസ് തന്നിരിക്കുക. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ നെയിം ചെയ്യാം അല്ലേ. നമുക്കവിടെ ABC എന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഏതെങ്കിലും 2 സൈഡ് വെക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ AB വെക്ടർ എന്നും AC വെക്ടർ എന്നുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ആ AB വെക്ടറും AC വെക്ടർ എഴുതാം. സോ AB വെക്ടർ എന്ന് പറയുമ്പോൾ A എന്ന് പറഞ്ഞ ഇനീഷ്യലും B എന്ന് പറഞ്ഞ ടെർമിനലുമാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ടെർമിനൽ മൈനസ് ഇനീഷ്യൽ എന്ന രീതിയിൽ വേണം വെക്ടർ എഴുതാനായിട്ട്. സോ 2 - 1 ഓഫ് I എന്ന് വന്നു, പ്ലസ് 3 - 1 ഓഫ് J എന്നാണ് വരിക, പ്ലസ് 5 - 2 ഓഫ് K എന്നവിടെ വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1i അല്ലേ. സോ I ഇവിടെ നമുക്ക് പ്ലസ് 2j പ്ലസ് നമുക്കവിടെ 3k എന്നാണ് AB വെക്ടർ കിട്ടുക. ഇനി നമ്മളവിടെ AC വെക്ടർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇനീഷ്യൽ എന്ന് പറഞ്ഞ എയും ടെർമിനൽ എന്ന് പറഞ്ഞ സിയുമാണ്. അപ്പോൾ നോക്കി അവിടെ 1 - 1 അല്ലേ, 1 - 1 ഓഫ് I എന്ന് വന്നു, പ്ലസ് 5 - 1 ഓഫ് J എന്നാണ് വന്നത്, പ്ലസ് 5 - 2 ഓഫ് K എന്നുമാണ് അവിടെ വന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 0i പ്ലസ് 4j പ്ലസ് 3k എന്നാണ് കിട്ടിയിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ 4j പ്ലസ് 3k എന്ന് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നോക്കുക, ഞാനിവിടെ AB വെക്ടറും AC വെക്ടറുമാണ് എടുത്തത്. ഇത് തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്കവിടെ BA വെക്ടറും CA വെക്ടർ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്കവിടെ BC വെക്ടറും BA വെക്ടറും എടുക്കാമായിരുന്നു. അപ്പോൾ ഏത് ഓർഡറിൽ എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഫൈനലി മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 സൈഡിലുള്ള വെക്ടേഴ്സ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെടുത്തത് ABയും ACയുമാണ്. ഇനി എന്ത് ചെയ്യണം, ഈ 2 വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണണം. അങ്ങനെ നോക്കിയപ്പോൾ AB ക്രോസ് AC അല്ലേ, AC എന്നെടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് I J K. ഇനി നമ്മളവിടെ ABയുടെ കമ്പോണൻസ് എഴുതി എന്ന് പറഞ്ഞാൽ 1 2 3 എന്നാണ് അവിടെ കിട്ടിയത്. അടുത്ത ആളുടെ കമ്പോണൻസ് എഴുതുമ്പോൾ 0 4 3 എന്നുമാണ് അല്ലേ. സോ 0 4 3 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഇവിടെ നോക്കുക 2 × 3 അല്ലേ, നമുക്കവിടെ 2 × 3 എന്ന് വന്നു, മൈനസ് 4 × 3 എന്നാണ് വന്നിരിക്കുക. ദെൻ മൈനസ് J ഓഫ് ഇവിടെ നോക്കുക 1 ×
3 മൈനസ് 0 ഇൻറ്റു 3 എന്നാണ് അവിടെ വന്നത് പ്ലസ് കെ ഓഫ് അവിടെ നോക്കി 1 ഇൻറ്റു 4 ദെൻ മൈനസ് 0 ഇൻറ്റു 2 എന്നാണ് വന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഓഫ് നമുക്കവിടെ 6 മൈനസ് 12 എന്ന് കിട്ടി മൈനസ് ജെ ഓഫ് 3 മൈനസ് 0 എന്നാണ് വന്നത് പ്ലസ് കെ ഓഫ് നമുക്കവിടെ 4 മൈനസ് 0 എന്നുമാണ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 6 ഐ മൈനസ് 3 ജെ പ്ലസ് 4k എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുക. അപ്പോൾ ഇതാണ് എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ വെക്ടർ. നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ നമ്മളവിടെ മോഡ് ഓഫ് എ ബി ക്രോസ് എ സി എന്നെടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് നെഗറ്റീവ് 6ൻ്റെ സ്ക്വയർ അല്ലേ 36 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മൈനസ് 3യുടെ സ്ക്വയർ 9 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 4ൻ്റെ സ്ക്വയർ 16 എന്നുമാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളവിടെ ആഡ് ചെയ്യണം. സോ 36 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 45 ആണ്. 45 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 61 എന്നാണ് നമുക്ക് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയിരിക്കുക. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ദർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ ദർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് റൂട്ട് 61 എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അഡ്ജസൻറ്റ് സൈഡ്സിലുള്ള വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അതായിരിക്കും നമ്മുടെ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി വെക്ടേഴ്സ് സൈഡിലുള്ള വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കി എയും ബിയുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യം. സോ ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ. ഇനി ആദ്യത്തെ വെക്ടറിൻ്റെ കമ്പോണൻസ് എടുത്തു 1 മൈനസ് 1 3 എന്ന് എഴുതി. രണ്ടാമത്തെ ആളുടെ 2 മൈനസ് 7 1 എന്നെടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഐ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 7 എന്ന് വന്നു. ദെൻ മൈനസ് ജെ ഇൻറ്റു അല്ലേ ഇവിടെ നോക്കി 1 ഇൻറ്റു 1 എന്നാണ് മൈനസ് 2 ഇൻറ്റു 3 എന്നാണ് വേണ്ടത് പ്ലസ് കെ ഇൻറ്റു ഇവിടെ നമുക്ക് 1 ഇൻറ്റു നെഗറ്റീവ് 7 എന്ന് വന്നു. ദെൻ മൈനസ് 1 ഇൻറ്റു 2 എന്നുമാണ് നമുക്ക് അവിടെ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു നെഗറ്റീവ് 1 ഇവിടെ നമുക്ക് പ്ലസ് 21 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് നെഗറ്റീവ് ജെ 1 മൈനസ് 6 എന്ന് പറഞ്ഞു പ്ലസ് കെ ഇൻറ്റു നെഗറ്റീവ് 7 പ്ലസ് 2 എന്നുമാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഐ മൈനസ് ഇവിടെ നമുക്ക് ജെ ഇൻറ്റു മൈനസ് 5 എന്ന് പറഞ്ഞു. ദെൻ പ്ലസ് കെ ഇൻറ്റു മൈനസ് 5 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഐ ദെൻ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 5 ജെ ഇവിടെ നമുക്ക് മൈനസ് 5k എന്നാണ് ഇവിടുത്തെ നമ്മുടെ വെക്ടർ കിട്ടുക. ഇനി നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് 20യുടെ സ്ക്വയർ വേണം എന്ന് പറഞ്ഞാൽ 400 ആണ് വരിക പ്ലസ് ഇനി നമുക്ക് അവിടെ 5ൻ്റെ സ്ക്വയർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അത് 25 ആണ്. ഇനി നോക്കുക മൈനസ് 5ൻ്റെ സ്ക്വയർ അതും പ്ലസ് 25 എന്ന് തന്നെയാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 450 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കുക നമുക്കറിയാം 225 എന്ന് പറയുന്നത് എന്താണ് അത് 15ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇയാളെ സ്ക്വയർ റൂട്ട് ഓഫ് 225 ഇൻറ്റു 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 225 എന്ന് പറയുന്നത് അത് 15 ആണ്. സോ ഇയാളെ നമ്മൾ 15 റൂട്ട് 2 എന്ന് എഴുതി. അപ്പോൾ നോക്കുക ഇവിടെ പാരലോഗ്രാമിൻ്റെ കേസിൽ ആ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ കേസിലാണ് നമ്മളിവിടെ ഹാഫ് എടുക്കുക. പാരലോഗ്രാമിൻ്റെ കേസിൽ ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഫൈനലി ദർഫോർ ഏരിയ ഓഫ് പാരലോഗ്രാം അല്ലേ ഏരിയ ഓഫ് പാരലോഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു 15 റൂട്ട് 2 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അതിനുശേഷം എ ക്രോസ് ബി ഒരു യൂണിറ്റ് വെക്ടർ ആകുന്ന ഈ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക എ ക്രോസ് ബി എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് 1 ആണ്. അപ്പോൾ നമുക്കത് എഴുതാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതി. അങ്ങനെ വന്നപ്പോൾ നമുക്കറിയാം ഇതെന്താണ് ഇത് മോഡ് എ ഇൻറ്റു മോഡ് ബി ദെൻ സൈൻ തീറ്റയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് വരിക.
അവിടെ നമുക്ക് മോഡുലസ് ഓഫ് എ അറിയാം, അത് എത്രയാണ്, അത് 3 ആണ്. മോഡ് ബി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് റൂട്ട് 2/3 ആണ്. ദെൻ സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. നമുക്കവിടെ 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ √2 സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. അങ്ങനെ വരുമ്പോൾ സൈൻ തീറ്റ എന്താണ്, ദാറ്റ് ഈസ് 1/√2 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 എന്നാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 വെർട്ടീസസ് തന്നിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അപ്പോൾ ആ 4 വെർട്ടീസിലുള്ള പൊസിഷൻ വെക്ടേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് ഒന്നില്ലെങ്കിൽ ആ പൊസിഷൻ വെക്ടേഴ്സിനെ പോയിന്റ്സിലോട്ട് മാറ്റിയിട്ട് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് ഡയറക്റ്റ്ലി ചെയ്യാനായിട്ട് പറ്റും. ഇനി വെക്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് സൈഡ്സ് കണ്ടുപിടിക്കുക. ആ അഡ്ജസൻറ്റ് സൈഡ്സ് കണ്ടുപിടിച്ചാൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ദെൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അപ്പോൾ നമ്മൾ പാരലോഗ്രാമിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിക്കുക, അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനിവിടെ AB വെക്ടറും BC വെക്ടറുമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ AB വെക്ടർ എന്ന് പറഞ്ഞാൽ A ഇനീഷ്യലും B എന്ന് പറഞ്ഞ ടെർമിനലുമാണ്. അപ്പോൾ നമുക്ക് B മൈനസ് A എന്ന രീതിയിൽ വേണം സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. നമുക്കവിടെ I പ്ലസ് 1/2J പ്ലസ് 4K മൈനസ് I പ്ലസ് 1/2J പ്ലസ് 4K എന്നാണ് വന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് I പ്ലസ് 1/2J പ്ലസ് 4K മൈനസ്, ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പ്ലസ് എന്നാണ് വരിക അല്ലേ. സോ പ്ലസ് I എന്ന് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ മൈനസ് 1/2J എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് മൈനസ് 4K എന്നാണ് വരിക. അങ്ങനെ നോക്കിയപ്പോൾ 1/2J ക്യാൻസലായിട്ട് പോയി, 4K ക്യാൻസലായിട്ട് പോയി. I പ്ലസ് I എന്ന് പറഞ്ഞാൽ 2I എന്നാണ് നമുക്ക് അവിടെ AB വെക്ടർ കിട്ടണത്. ഇനി അവിടെ നമ്മൾ BC വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, C മൈനസ് B എന്ന രീതിയിൽ എടുക്കണം. ഇതേ മൈനസ് ഇത് എന്നാണ് വരിക അല്ലേ. അപ്പോൾ നോക്കി I മൈനസ് 1/2J പ്ലസ് 4K മൈനസ് അവിടെ നമുക്ക് I പ്ലസ് 1/2J പ്ലസ് 4K എന്നാണ് വന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I മൈനസ് 1/2J പ്ലസ് 4K മൈനസ് I അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൈനസ് I മൈനസ് 1/2J മൈനസ് 4K എന്നാണ് വരിക. അങ്ങനെ നോക്കിയപ്പോൾ I മൈനസ് I ക്യാൻസലായിട്ട് പോയി, പ്ലസ് 4K മൈനസ് 4K ക്യാൻസലായിട്ട് പോയി. ഇവിടെ മൈനസ് 1/2J മൈനസ് 1/2J എന്ന് പറഞ്ഞാൽ മൈനസ് 1J എന്നാണ് വരിക. അഥവാ നമുക്കതിന് മൈനസ് J എന്ന് എഴുതാനായിട്ട് പറ്റി. ഇനി നമുക്കിതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. സോ AB ക്രോസ് BC നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് IJ K. ആദ്യത്തെ ആളുടെ കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നോക്കുക, അവിടെ 2 0 എന്നാണ് വരിക. രണ്ടാമത്തെ ആളുടെ കമ്പൗണ്ട് 0 -1 0 എന്നുമാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ I ഇൻറ്റു നോക്കുക 0 - 0, അപ്പോൾ 0 എന്ന് പറഞ്ഞു. ദെൻ മൈനസ് J ഓഫ്, ഇവിടെ നോക്കുക 2 ഇൻറ്റു 0 അത് 0 ആണ്, 0 ഇൻറ്റു 0 അതും 0 ആണ് എന്ന് കിട്ടി. ഇനി വരുന്നത് എന്താ, പ്ലസ് K ഇൻറ്റു നോക്കുക 2 ഇൻറ്റു -1 ദെൻ -0 എന്നാണ് വരിക. അപ്പോൾ നോക്കുക 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് -2 ആണ്. -2 -0 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ -2 എന്ന് മാത്രമാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2K എന്നാണ് ഈ വെക്ടർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ അതാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ AB ക്രോസ് BCയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, അത് ഇവിടെ നോക്കുക നമുക്ക് കിട്ടണത് സ്ക്വയർ റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ എന്നാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് കിട്ടി, അഥവാ 2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ 2 ആണ് ഇവിടുത്തെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ വെക്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്സ് വന്നത്. അതിന് പകരം ഇതിനെ നമ്മൾ പോയിന്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സൈഡ് ലെങ്ത്തുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന രീതിയിലും ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാമായിരുന്നു. എനിവേ ഇവിടെ ഓപ്ഷൻ സി 2 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നോക്കുക, ഇതോടുകൂടി ഈ എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.